ഹലോ മക്കളെ, ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത് ക്ലാസ് 1 ഉത്ഗ്രഥനം ഇൻ്റഗ്രേഷൻ സെക്കൻഡ് ഡേ അല്ലെ 2ാം ദിവസം എന്നുള്ളതിൻ്റെ വാർഷിക മൂല്യനിർണ്ണയം 2022-23 എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നന്നായി പഠിച്ചില്ല, നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ 2022-23 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾ സ്കൂളിൻ്റെ പേരും കൊടുക്കുക. ഇനി പ്രവർത്തനം 6 ജഗ്ഗുവിൻ്റെ സ്വീകരണം. എന്താണ് ജഗ്ഗുവിൻ്റെ സ്വീകരണമാണ് കേട്ടോ. അപ്പോൾ ഈ ചിത്രം നോക്കി യോജിച്ച വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് പറ്റിയ വാക്യം എന്തായിരിക്കുന്നതെന്ന് പറഞ്ഞു നോക്കിയേ. എന്താണെന്നുള്ളത് പിന്നെന്താ ഇത് മാല ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെന്താണ് പഴം കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ് ഓല കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെന്താണ് പ്രസംഗിക്കുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് എങ്ങനെ ഇത് ഈ ചിത്രം കണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള യോജിച്ച വാക്യം തയ്യാറാക്കുക വേണ്ട കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ എല്ലാവരും കൈയടിച്ചു അല്ലേ. ഇവിടെ പ്രസംഗം കേട്ടിട്ട് എല്ലാവരും കൈയടിച്ചു. അപ്പോൾ അത് ലാസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ എന്താ നിങ്ങൾക്ക് തോന്നുന്ന യോജിച്ച വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ അടുത്ത നോക്കൂ, പ്രവർത്തനം 7 അല്ലേ. എത്ര വാഹനങ്ങൾ. താഴെ കൊടുത്ത വാഹനങ്ങളെ ഉപയോഗം അനുസരിച്ച് തരം തിരിക്കാനാണ്. ഇവിടെ മണ്ണുമാന്തി ഉണ്ട്, ബസ് ഉണ്ട്, കാറുണ്ട്, റോളർ ഉണ്ട്, ലോറി ഉണ്ട്, സൈക്കിൾ ഉണ്ട്, ടെമ്പോ ഉണ്ട്, മോട്ടോർ സൈക്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ജോലി ചെയ്യാന്ന് പറഞ്ഞ് അപ്പോൾ ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ ജോലി ചെയ്യാനുണ്ട് അല്ലേ. പിന്നെന്താ ഇവിടെ വരുന്നത്, ഇവിടെ ജോലി ചെയ്യാനും പിന്നെന്താ യാത്ര ചെയ്യാനുള്ളത് അല്ലേ. പിന്നെ എന്താന്നുള്ളത് നോക്കുക. അപ്പോൾ ജോലി ചെയ്യുന്നതിൽ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ ഇതിൻ്റെ നേരെ ചുവട്ടിൽ എഴുതുക. ഇതിൻ്റെ ഉള്ളിൽ ഈ എന്താണ് സർക്കിളിൽ എഴുതുക കേട്ടോ. ജോലി ചെയ്യുന്ന ഏതൊക്കെയാണ്, മണ്ണ് മാന്തി അല്ലേ. പിന്നെ ഏതാ റോളർ അല്ലേ. പിന്നെ എന്താ ഉള്ളൂ അല്ലേ. പിന്നെന്താണ് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഏതാണ്, ബസ് അല്ലേ. പിന്നെന്താ കാറ്, സൈക്കിള്, മോട്ടോർ സൈക്കിൾ അല്ലേ. പിന്നെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഏതൊക്കെയാണ്, ലോറിയും ടെമ്പോയും അല്ലേ. അതൊക്കെ അങ്ങനെയൊക്കെ എഴുതുക കേട്ടോ. ദെൻ പുകയില്ലാത്ത വാഹനത്തിൽ ഏതാതിൽ പുകയില്ലാത്ത വാഹനം, സൈക്കിൾ അല്ലേ. അതവിടെ എഴുതുക കേട്ടോ. ഓക്കെ. ദെൻ പ്രവർത്തനം 8 കല്ലുകൾ എത്രയാണ്. അവിടെ കുറേ കല്ലുകൾ ഉണ്ട് അല്ലേ. ഇഷ്ടിക പോലുള്ള കല്ലുകൾ ഉണ്ട് അല്ലേ. കല്ലും കൂട്ടങ്ങൾ നോക്കി ആകെ എത്രയെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എത്ര ഉണ്ട്, എണ്ണി വെക്കുക അല്ലേ. നോക്കൂ, 1 2 3 4 5 6 7 8 9 10 അല്ലേ. 10 ഇതും അങ്ങനെ തന്നെ എണ്ണി വെക്കുക. 1 2 3 4 5 10 തന്നെ അല്ലേ. അപ്പോൾ ആകെ ഇതിന് വേണ്ട 10 + 10 എത്രയാണ് കൂട്ടിയാൽ, 10 + 10 എത്രയാണ് കൂട്ടി വെക്കുക അല്ലേ. അപ്പോൾ 10 + 10 എത്രയാ 20 എന്ന് എഴുതാം അല്ലേ. രണ്ടും കൂടി കൂട്ടിയാൽ 20 എന്ന് കിട്ടും. അപ്പോൾ 20 അവിടെ എഴുതേണ്ടത് കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, ഇത് എത്ര ഉണ്ട് ഒന്ന് എണ്ണി നോക്കിയേ. ഇവിടെ 1 2 3 4 5 6 7 8 9 10 അല്ലേ. ഇത് 10 തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, ഇവിടെ 10 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ 10 എന്ന് എഴുതി. ഇതെ അടുത്തത് ഇത് എത്ര ഉണ്ട് തോന്നുന്നു നോക്കിയേ. 1 അപ്പോൾ ഇത് എത്രയാണ് 10 എണ്ണിയപ്പോൾ 10 ആണുള്ളത്. അപ്പോൾ ഇവിടെ എന്താക്കുക, അവിടെ 10 എന്ന് എഴുതുക കേട്ടോ. പിന്നെ അടുത്ത എന്താണ്, ഇത് എത്ര എണ്ണി നോക്കാം നമുക്ക്. എത്ര എണ്ണി നോക്കിയേ, എത്ര ഉണ്ടാവും, 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇത് എത്രയാണ് 10 ആണ് വരുന്നത് അല്ലേ. ഇനി ഇതെത്രയാണ്, 1 2 3 ആണ് ഇത് വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ 3 എന്ന് എഴുതുക. അപ്പോൾ ആകെ എത്ര ഉണ്ടത്, അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, 10 + 10 + 10 + 3 അല്ലേ. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ് ഈക്വൽ 33 അല്ലേ. 10 + 10 20 20 + 10 30 30 + 3 33 അല്ലേ. അപ്പോൾ ആകെ എത്രയാണിത് 33 ആണ് അല്ലേ. അപ്പോൾ അടുത്തത് നോക്കാം. നമുക്ക് അടുത്ത താഴെയുള്ള എന്താണ്, ഇവിടെ നോക്ക്. ഈ ഇത് എത്ര ഉണ്ട്, 1 2 3 4 5 6 7 8 9 10 അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്, ഇവിടെ 10 എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ 10 എന്ന് എഴുതാം.
ഇനി ഇവിടെ എത്രയാ 1 2 3 4 5 6 7 8 9 10 അല്ലേ, അതും 10ആണ് അല്ലേ. അപ്പൊ എന്താക്കുക, അവിടെയും 10 എന്ന് എഴുതുക. ഇത് എത്രയാ, ഇത് 1 2 3 4 5 6 7 8 9 10 അല്ലേ. അപ്പൊ അവിടെയും 10ആണ് അല്ലേ. അപ്പൊ അവിടെയും 10 എന്ന് എഴുതുക. ഇനി ഇത് എത്രയാ, 1 2 3 4 5 6 7 8 9 10. നിങ്ങൾ എണ്ണീട്ട് തന്നെ ഇതാക്കണം കേട്ടോ. അതും 10ആണ് അല്ലേ. ഇനി ഇത് എത്ര ഉണ്ട്, 1 2 3 4, ഇത് 4 എണ്ണേ ഉള്ളൂ അല്ലേ. അത് 4 എന്ന് എഴുതുക. ഓക്കെ. അടുത്ത ഇതെല്ലാം കൂടി കൂട്ടിയാൽ 10 വരും. എങ്ങനെ എഴുതുക നമുക്ക്, 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് എത്രയാണ്, 4 അല്ലേ. അപ്പോൾ ഈക്വൽ ടു എത്രയാണ്, 10 പ്ലസ് 10 എത്രയാ, 20. 20 പ്ലസ് 10 30. 30 പ്ലസ് 10 40. 40 പ്ലസ് 4 എത്രയാ, 44. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എഴുതുക അല്ലേ. അപ്പോൾ ഇതിൽ 44 കിട്ടി. അപ്പോൾ ഇവിടെ താഴെ നമ്മൾ 44 കിട്ടില്ലേ. അപ്പോൾ വലിയ കൂട്ടത്തിലെ കല്ലുകൾ എത്രയാണ്, 44 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, അവിടെ 44 എന്ന് എഴുതാം. ഓക്കെ, 44 എഴുതുക. ഇനി വലിയ കൂട്ടത്തിലെ കല്ലുകൾ 44. ഇനി ചെറിയ കൂട്ടത്തിലെ കല്ലുകൾ എത്രയും നേരത്തെ നമുക്ക് കിട്ടിയത് 33 അല്ലേ. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം എത്രയാണ്, പ്രവർത്തനം 9 ആണ് അല്ലേ. പ്രവർത്തനം 9 എന്താണ്, കാട്ടിലെ വിദ്യാലയമാണ് അല്ലേ. അത് രൂപങ്ങൾ എണ്ണി എഴുതുകയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ ട്രയാങ്കിൾ ഷേപ്പ്, സർക്കിൾ ഷേപ്പ്, പിന്നെന്താണ് ഈ റെക്റ്റാങ്കുലർ ഷേപ്പ് അല്ലേ. അപ്പോൾ ഈ ഷേപ്പുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾ ഷേപ്പ് എത്ര ഉണ്ട് എണ്ണിയൊക്കെ, എത്ര ഉണ്ട് ട്രയാങ്കിൾ ഷേപ്പ്, ഇതാ 1 2 3 4 5, പിന്നെയോ ഇവിടെ 6, പിന്നെ ഏതാ വേറെ എവിടെയുണ്ടോ, 6 ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം, ഇവിടെ നമുക്ക് 6 എന്ന് എഴുതാം അല്ലേ. ഇനി ഉണ്ടോ, നിങ്ങൾ നോക്കൂ, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ടീച്ചർ ഇത്രയും കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, സർക്കിൾ അല്ലേ. സർക്കിളിൻ്റെ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ എത്ര നമുക്ക് നോക്കാം. 1 സർക്കിളിൻ്റെ 1 2 3 4 അല്ലേ. അപ്പോൾ സർക്കിളിൻ്റെ എത്ര എണ്ണമാണ്, 4 ആണ് ഉള്ളത് അല്ലേ. വേറെ കാണുന്നുണ്ട് നിങ്ങൾ, അപ്പോൾ അവിടെ 4 എന്ന് എഴുതുക കേട്ടോ. ഇനി എന്താണ് നമുക്ക് വേണ്ടത്, ഇനി ട്രയാങ്കിൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അല്ല ട്രയാങ്കിൾ അല്ല, റെക്റ്റാങ്കിൾ എത്രയാണെന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പ് എത്ര അതാ 1 2 3 4 5 6 7 8 9 അല്ലേ. പിന്നെ ഇതാ ഇവിടെ വന്നതാ ഇതല്ലേ 10 അല്ലേ. പിന്നെ ഇതല്ലേ, അപ്പോൾ ഇത് 11. അപ്പോൾ എത്ര ഉണ്ട് ഇവിടെ, 11 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ 11 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് 11 എഴുതുക. ഓക്കെ. അടുത്തത് എന്താ നോക്കാം നമുക്ക്. ഇനി